നമസ്കാരം. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില റെക്കോർഡ് നിലയിലേക്ക് അധികം വൈകാതെ എത്തിയേക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. മാർച്ച് 6-ന് സ്പോർട്സ് സ്വർണം $2,891 $2,927 ഇടയിലാണ് വ്യാപാരം നടത്തിയത്. $1 വർദ്ധിച്ച് $2,920 എന്ന നിലയിലാണ് ലോഹം കൈമാറ്റം ചെയ്യപ്പെട്ടത്. MCX ഏപ്രിൽ സ്വർണ്ണ കരാർ 0.28% വർദ്ധിച്ച് 86,070 രൂപയിലെത്തി. ലോകത്തിലെ എല്ലാ സെൻട്രൽ ബാങ്കുകളും സ്വർണ്ണശേഖരം വർദ്ധിപ്പിക്കുകയാണ്. വേൾഡ് ഗോൾഡ് കൗൺസിൽ പ്രകാരം ഈ വർഷത്തിലെ ആദ്യ മാസത്തിൽ മാത്രം സ്വർണത്തിന്റെ ആഗോള കരുതൽ ശേഖരം 18 ടൺ വർദ്ധിച്ചു. 2023 ഡിസംബറിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലയിലാണിത്. ഈ വർഷം മാത്രം ETF ഗോൾഡുകൾ ഏകദേശം 4% ഉയർന്നു. US സാമ്പത്തിക വീക്ഷണം വഷളാകുന്നത്, വ്യാപാര യുദ്ധം രൂക്ഷമാകുന്നതനുസരിച്ച് നിലനിൽക്കുന്ന സാമ്പത്തിക രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ, US ഡോളറിലെ ബലഹീനത, കേന്ദ്ര ബാങ്കുകൾ കരുതൽ ശേഖരത്തിനായി സ്വർണം വാങ്ങുന്നത് എന്നിവയാണ് മഞ്ഞലോഹത്തിന് അനുകൂലമാകുന്നത്. US നോൺ ഫാം പേറോൾ റിപ്പോർട്ട് US തൊഴിൽ വിപണിയിലെ ബലഹീനതയെ പ്രതിഫലിപ്പിച്ചേക്കാം. ചൈനയുടെ സാമ്പത്തിക ചെലവ് പദ്ധതികളും US ഭരണകൂടം ആസൂത്രിതമായി ചില താരിഫുകൾ പിൻവലിച്ചതും ഒരു പരിധിവരെ അതിൻ്റെ സുരക്ഷിത താവളത്തെ കുറച്ചിട്ടുണ്ട്. എന്നാലും സ്വർണം പോസിറ്റീവ് റേറ്റിംഗിൽ തന്നെ വ്യാപാരം നടത്താൻ സാധ്യതയുണ്ട്. വരും ആഴ്ചകളിൽ തന്നെ സ്വർണ്ണവില ഔൺസിന് $3,000 എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ചെറിയ ഇടവേളയ്ക്ക് ശേഷം സ്വർണ്ണവിലയിൽ നിന്ന് വീണ്ടും വർധനവുണ്ടായിരിക്കുന്നു. ആഗോള രംഗത്ത് നിലനിൽക്കുന്ന സാമ്പത്തിക അനിശ്ചിതത്വങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സ്വർണ്ണവിലയിൽ വർധനവുണ്ടായിരിക്കുന്നത്. ആഭരണം എന്നതിലുപരി സ്വർണത്തെ സുരക്ഷിതമായ നിക്ഷേപമായാണ് എല്ലാവരും കാണുന്നത്. അതിനാൽ തന്നെ സ്വർണ്ണവിലയിലെ മാറ്റങ്ങളും എല്ലാവരും സൂക്ഷ്മമായി നിരീക്ഷിക്കാറുണ്ട്. കോവിഡിന് ശേഷം സ്വർണ്ണവിലയിൽ വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 2024 സ്വർണ്ണവില റെക്കോർഡ് കുതിപ്പാണ് നടത്തിയത്. ഈ വർഷവും സ്വർണ്ണവില വലിയ കുതിപ്പാണ് നടത്തുന്നത്. ഇടയ്ക്കിടെ നേരിയ തോതിൽ വില കുറയുന്നുണ്ടെങ്കിലും ഉപഭോക്താക്കൾക്ക് ആശ്വാസമാകുന്ന തരത്തിൽ ഒരു ഇടിവ് സ്വർണത്തിന് ഉണ്ടായിട്ടില്ല. ഇന്നത്തെ സ്വർണത്തിന്റെ ഗ്രാം പവൻ നിരക്കുകൾ നോക്കാം. ഇന്ന് 22 ക്യാരറ്റിന്റെ 1 ഗ്രാം സ്വർണത്തിന് 50 രൂപയാണ് വർദ്ധിച്ചത്. ഇതോടെ ഇന്നലെ 7,990 രൂപയായിരുന്ന ഗ്രാം സ്വർണത്തിന്റെ വില 8,040 8 ഗ്രാം സ്വർണത്തിനെയാണ് 1 പവൻ എന്ന് കണക്കാക്കപ്പെടുന്നത്. പവൻ വിലയിൽ ഇന്ന് 400 രൂപയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇതോടെ ഇന്നലെ 63,920 രൂപയിൽ വ്യാപാരം നടത്തിയിരുന്ന സ്വർണം ഇന്ന് 64,320 രൂപയ്ക്കാണ് വ്യാപാരം നടത്തുന്നത്. കേരളത്തിൽ ഇപ്പോൾ വിവാഹ സീസണാണ്. മാർച്ച് മാസത്തിലെ പരീക്ഷാകാലം അവസാനിക്കുന്നതോടെ വിവാഹങ്ങൾ സജീവമാകും. അതിനാൽ തന്നെ സ്വർണത്തിന് ഡിമാൻഡ് കൂടിയിരിക്കുന്ന സമയമാണിത്. വിവാഹ ആവശ്യത്തിനായി ആഭരണ രൂപത്തിലാണ് സ്വർണം വാങ്ങുക. ആഭരണമായി സ്വർണം വാങ്ങുമ്പോൾ പവന് വിലയേക്കാൾ ചുരുങ്ങിയത് 50,000 രൂപയെങ്കിലും അധികമായി നൽകണം. GST, ഹോൾമാർക്കിംഗ് നിരക്കുകൾ എന്നിവയ്ക്ക് പുറമെ പണിക്കൂലി കൂടി ആഭരണമായി സ്വർണം വാങ്ങുമ്പോൾ ഈടാക്കും. ഇന്നത്തെ വില അനുസരിച്ച് ഇതെല്ലാം കൂട്ടുമ്പോൾ 1 പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ 70,000 രൂപയെങ്കിലും ചെലവാകും. സ്വർണ്ണവില കൂടുന്ന സാഹചര്യത്തിൽ ജ്വല്ലറിയിലെ പ്രീ ബുക്കിംഗ് സൗകര്യം ഉപഭോക്താക്കൾ സ്വീകരിക്കുന്നതായിരിക്കും ലാഭകരം. ബുക്ക് ചെയ്യുന്ന വിലയ്ക്ക് ഉപഭോക്താക്കളെ സ്വർണം വാങ്ങാൻ അനുവദിക്കുന്ന പദ്ധതിയാണ് ഇത്. ബുക്ക് ചെയ്ത ശേഷം വില കൂടിയാൽ ബുക്ക് ചെയ്ത ദിവസത്തെ വിലയ്ക്കും, വില കുറഞ്ഞാൽ കുറഞ്ഞ വിലയ്ക്കും സ്വർണം വാങ്ങാൻ ഉപഭോക്താക്കൾക്ക് ഇതുവഴി സാധിക്കും.